പല കാർഷിക ഭക്ഷ്യ ഉൽപ്പന്നങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുമ്പോൾ അതിന്റെ വിപണന മൂല്യത്തിലേക്ക് കടക്കുക ഞങ്ങളുടെ പതിവാണ്. അതിന്റെ പ്രധാന കാരണം ലോകത്തിലെ ഏറ്റവും വലിയ കാർഷിക രാഷ്ട്രങ്ങളിൽ ഒന്നായ ഇന്ത്യയുടെ ഈ ഭക്ഷ്യ ഉൽപ്പന്നത്തിനുള്ള സാധ്യതയും വിശകലനം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനു പ്രധാന നിമിത്തമായി വരുന്നത് ഉയർന്നു വരുന്ന ഈ രാജ്യത്തിന്റെ പട്ടിണിയുടെ കണക്ക് തന്നെയാണ്. അതോടൊപ്പം കാർഷിക മേഖല നേരിടുന്ന പ്രതിസന്ധികളും. പാഷൻ ഫ്രൂട്ട് ചെടിയുടെ വിപണന മൂല്യം, ഭക്ഷ്യവൈദ്യ ഉപയോഗങ്ങൾ, അമിതമായി ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ ഇവയൊക്കെയാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടികളെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പാഷൻ ഫ്രൂട്ട് പല ഉഷ്ണമേഖലാ രാജ്യങ്ങളിലും വളരുന്ന ഒരു ചെടിയാണ്. അത് അവിടങ്ങളിലെല്ലാം തന്നെ ജനപ്രിയ ഉൽപ്പന്നവുമാണ്. അത് ഫ്രഷായും സംസ്കരിച്ചും ഉപയോഗിക്കുന്നു. ഇതിൻ്റെ ലോകോൽപാദനത്തിൻ്റെ 50 മുതൽ 60% വരെ ബ്രസീലിൽ നിന്നാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഉൽപ്പാദകരും ഉപഭോക്താവും ബ്രസീൽ തന്നെയാണ്. ബ്രസീലിലെ ഗാർഹിക ഉപയോഗം പ്രധാനമായും ഫ്രൂട്ട് ഡ്രിങ്കുകളുടെ സംസ്കരിച്ച രൂപത്തിലാണ്. ബ്രസീലിൻ്റെ ഉൽപ്പാദനം ഏകദേശം 4,78,000 ടണ്ണാണ്. ഏകദേശം 13.8 ടണ്ണാണ് ഹെക്ടർ വിളവ്. മൊത്തം ആഗോള പാഷൻ ഫ്രൂട്ട് വിതരണം 8.52 ലക്ഷം ടണ്ണാണ്. ഇക്വഡോർ ഇതിന്റെ ഒരു പ്രധാന നിർമ്മാതാവാണ്. കൂടാതെ സംസ്കരിച്ച പാഷൻ ഫ്രൂട്ടിന്റെ ഏറ്റവും വലിയ ആഗോള കയറ്റുമതിക്കാരാണ് അവർ. പാഷൻ ഫ്രൂട്ട് ഉൽപ്പാദിപ്പിക്കുന്ന കൊളംബിയയും യൂറോപ്പിലേക്ക് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ്. എന്നാൽ ഇന്ന് പെറു പാഷൻ ഫ്രൂട്ട് ജ്യൂസിന്റെ മുൻനിര നിർമ്മാതാക്കളും അന്താരാഷ്ട്ര കയറ്റുമതിക്കാരായി മാറുകയാണ്. അതോടൊപ്പം ഇന്തോനേഷ്യയും വലിയൊരു നിർമ്മാതാവാണ്. പക്ഷേ നിലവിൽ അവർ കയറ്റുമതിക്കാരല്ല. അവരുടെ ഉൽപ്പാദനം ഏറെയും അവരുടെ രാജ്യത്തിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. കെനിയയെ ചെറുകിട ഉത്പാദകരായി കണക്കാക്കുന്നുണ്ടെങ്കിലും അവർ ഫ്രഷ് പഴം ഏറെയും കയറ്റുമതി ചെയ്യുന്നത് യൂറോപ്പിലേക്കും പ്രാദേശിക വിപണിയിലേക്കുമാണ്. ഓസ്ട്രേലിയയിലെ ക്വീൻസ്ലാൻഡിൽ പാഷൻ ഫ്രൂട്ട് ഉൽപ്പാദനം പ്രോത്സാഹിപ്പിച്ചു വരുന്നു. ഇന്ത്യ ഉൾപ്പെടെ മറ്റു പല ഉഷ്ണമേഖലാ രാജ്യങ്ങളിലും പാഷൻ ഫ്രൂട്ട് ഫ്രഷ് ആയതും സംസ്കരിച്ചതുമായ രൂപത്തിൽ ഗാർഹിക ഉപഭോഗത്തിനായി വളർത്തുന്നു. അതിൽ ഗ്രാനഡില്ല എന്നറിയപ്പെടുന്ന മധുരമുള്ള പർപ്പിൾ പാഷൻ ഫ്രൂട്ട് ഫ്രഷ് പഴമായി ഉപയോഗിക്കുന്നതിന് പ്രാധാന്യം നൽകുന്നു. എന്നാൽ മഞ്ഞ പാഷൻ ഫ്രൂട്ട് പ്രധാനമായും ജ്യൂസ് കോൺസെൻട്രേറ്റ്സ് അല്ലെങ്കിൽ സിംഗിൾ സ്ട്രെങ് ജ്യൂസ്, ഫ്രൂട്ട് പിസർ, ജാം എന്നിവയുടെ ഉൽപ്പാദനത്തിനായി വളർത്തുന്നു. ഇത് പല ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും മറ്റു പ്രധാന വിളകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇതിന്റെ ഉൽപ്പാദനം ഇപ്പോഴും താരതമ്യേന കുറവാണ്. ഈ പഴത്തിന്റെ ഉൽപ്പാദനത്തിന്റെയും വ്യാപാരത്തിന്റെയും സ്ഥിതി വിവര കണക്കുകളുടെ ഡാറ്റാബേസുകൾ സാധാരണയായി മറ്റു ചെറിയ ഉഷ്ണമേഖലാ പഴങ്ങളുമായി സംയോജിപ്പിച്ച് യൂറോസ്റ്റാറ്റ് ചരക്ക് കോഡിൽ ഉപയോഗിക്കുന്നതിനാൽ കൃത്യമായ കണക്കെടുക്കുന്നത് ബുദ്ധിമുട്ടാണ്. ഉദാഹരണത്തിന് കശുവണ്ടി, ആപ്പിൾ, ലിച്ചി, ചക്ക, സപ്പോട്ട, പാഷൻ ഫ്രൂട്ട്, കാരംബോള, പിറ്റഹായ എന്നിവയുൾപ്പെടെ നിരവധി പഴങ്ങൾ ഈ ചരക്ക് കോഡിൽ വരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉൽപ്പാദനവും വിപണനവും നേരിട്ട് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. പാഷൻ ഫ്രൂട്ട് ഉൽപ്പാദന സ്ഥിതി വിവര കണക്കുകളുടെ അപ്ഡേഷനിൽ നിന്നാണ് മുൻപ് പറഞ്ഞ ചുരുങ്ങിയ ഡാറ്റകളെങ്കിലും ശേഖരിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ പാഷൻ ഫ്രൂട്ട് എത്തിയെങ്കിലും അതിന്റെ കൃഷി കർണാടക, കേരളം, തമിഴ്നാട് എന്നിവിടങ്ങളിലെ ഏതാനും ജില്ലകളിൽ മാത്രമായിരുന്നു. കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് മുതൽ പാഷൻ ഫ്രൂട്ട് വടക്കേ ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കൃഷി ആരംഭിച്ചു. ആ പ്രദേശങ്ങളിലെ മിസോറാം, നാഗാലാൻഡ്, മണിപ്പൂർ, സിക്കിം എന്നിവിടങ്ങളിൽ ഇന്ന് ഈ കൃഷി അതിവേഗം വളരുകയാണ്. അതിനിന്ന് അവിടെ വലിയ സാധ്യതയുമുണ്ട്. എന്നാൽ കേരളത്തിൽ നിലവിൽ മൂന്നാറിലും വയനാട്ടിലും ഇത് കൃഷി ചെയ്യുന്നുണ്ട്. കേരളത്തോട് ചേർന്ന് കിടക്കുന്ന നീലഗിരി മലനിരകളിലും തമിഴ്നാട്ടിലെ കൊടൈക്കനാൽ, കർണാടകയിലെ കുടക്, കൂർഗ് തുടങ്ങിയ സ്ഥലങ്ങളിലെ ചില ഭാഗങ്ങളിലും ഇത് കൃഷി ചെയ്യുന്നു. മിസോറാം, നാഗാലാൻഡ്, മണിപ്പൂർ, സിക്കിം എന്നിവിടങ്ങളിൽ പാഷൻ ഫ്രൂട്ടിന്റെ ഏകദേശ വിസ്തൃതിയും ഉൽപ്പാദനവും 9,11,000 ഹെക്ടറാണ്. അതായത് 45,82,000 ടൺ. നിലവിൽ ഉൽപ്പാദനത്തിൽ മുൻനിരക്കാർ മണിപ്പൂരും നാഗാലാൻഡുമാണ്. പാഷൻ ഫ്രൂട്ടിന്റെ രാജ്യത്തെ ഉൽപ്പാദനത്തിന്റെ 70% നാഗാലാൻഡിൽ നിന്നാണ്. അതിൽ കൊഹിമ, മെക്കോക്ചങ്, വോക്ക, ഫെക് എന്നിവയാണ് പ്രധാന ജില്ലകൾ. ഇതൊക്കെ പറയുമ്പോഴും ലോകോൽപാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ബ്രസീൽ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ഉൽപ്പാദനം വളരെ കുറവാണ്. ഇന്ത്യയിൽ പാഷൻ ഫ്രൂട്ട് കൃഷിക്ക് വലിയ സാധ്യതയാണുള്ളത്. പ്രധാനമായും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ കർണാടക, കേരള, തമിഴ്നാട് എന്നിവയുടെ ഈർപ്പമുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ. ഈ പ്രദേശങ്ങളിൽ പാഷൻ ഫ്രൂട്ട് വിജയകരമായി വളർത്തുന്നതിന് ആവശ്യമായ കാലാവസ്ഥയും മതിയായ മഴയും ലഭിക്കുന്നുണ്ട്.
ഇന്ത്യയുടെ ഓരോ പ്രദേശത്തും വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഓരോ കാർഷിക ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും നിങ്ങൾക്ക് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. വിവിധ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിലും പാചകങ്ങളിലും ഉപയോഗിക്കാവുന്ന വൈവിധ്യമാർന്ന ഒരു പഴമാണ് പാഷൻ ഫ്രൂട്ട്. ഇതിന്റെ ജ്യൂസ് അതിന്റെ തനതായ സ്വാദും ഉന്മേഷദായകമായ രുചിയും കൊണ്ട് ആസ്വദിക്കാവുന്ന ഒരു ജനപ്രിയ പാനീയമാണ്. കോക്ടെയിലുകൾ, സ്മൂത്തികൾ, മറ്റു പാനീയങ്ങൾ എന്നിവയോടൊപ്പം ചേർത്തും ഇത് കഴിക്കാം. പാഷൻ ഫ്രൂട്ട് പ്യൂരി അല്ലെങ്കിൽ ജ്യൂസ് സലാഡുകൾ, സീ ഫുഡ്, കോഴിയിറച്ചി, മധുര പലഹാരങ്ങൾ എന്നിവയ്ക്ക് മധുരവും പുളിയുമുള്ള സോസുകളും ഡ്രസ്സിങ്ങുകളും ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. പാഷൻ ഫ്രൂട്ട് സോസ് വറുത്ത മത്സ്യം, ചിക്കൻ, പന്നിയിറച്ചി എന്നീ വിഭവങ്ങളുമായി നന്നായി ജോഡിയാവുന്നതാണ്. ഫ്രൂട്ട് സലാഡുകൾ, സർബത്തുകൾ, ഐസ്ക്രീമുകൾ, പുഡിങ്ങുകൾ, മൗസ്, ചീസ് കേക്കുകൾ തുടങ്ങിയ മധുര പലഹാരങ്ങളിൽ പാഷൻ ഫ്രൂട്ട് സർവ്വസാധാരണമാണ്. ഇതിന്റെ പുളിയും മധുരവും കലർന്ന സ്വാദ് പലഹാരങ്ങളെ വളരെ രുചികരമാക്കുന്നു. പാഷൻ ഫ്രൂട്ട് ജാം അല്ലെങ്കിൽ പ്രിസർവ് എന്നത് ടോസ്റ്റ്, സ്കോണുകൾ, പാൻകേക്കുകൾ, പേസ്ട്രികൾ എന്നിവയ്ക്കുള്ള സ്വാദിഷ്ടമായ സ്പ്രെഡാണ്. കേക്കുകൾ, കുക്കികൾ, ടാർട്ടുകൾ എന്നിവയുടെ ചേരുവയാക്കാം. പാഷൻ ഫ്രൂട്ട് രുചിയുള്ള തൈരിൻ്റെയും ഐസ്ക്രീമിൻ്റെയും ക്രീം ട്രീറ്റുകൾക്കായി ഉപയോഗിക്കാം. അത് ജനപ്രിയമായ ഒരു പാലുൽപ്പന്നമാണ്. കേക്ക്, മഫിനുകൾ, ബ്രെഡ് കുക്കികൾ തുടങ്ങിയ ബേക്ക് ചെയ്ത സാധനങ്ങളിൽ പാഷൻ ഫ്രൂട്ട് ചേർക്കുന്നത് രുചിയും ഈർപ്പവും കൂട്ടും. പാഷൻ ഫ്രൂട്ട് ജ്യൂസോ പ്യൂരിയോ ഉപയോഗിച്ച് സ്വാദുള്ള കോക്ടെയിലുകളും മോക്ടെയിലുകളും ഉണ്ടാക്കാം. ഫ്രൈ ചെയ്ത മാംസങ്ങൾ, സീ ഫുഡ്, ടാക്കോസ് തുടങ്ങിയ രുചികരമായ വിഭവങ്ങൾക്ക് ചട്നിയും സൽക്കകളും തയ്യാറാക്കാൻ പാഷൻ ഫ്രൂട്ട് ഉപയോഗിക്കുന്നു. ഇതിന്റെ രുചി അതിൽ കലർന്നിരിക്കുന്ന സുഗന്ധ വ്യഞ്ജനങ്ങൾക്ക് വളരെ നല്ല സ്വാദ് നൽകുന്നു. പാഷൻ ഫ്രൂട്ട് ഉപയോഗിച്ചുണ്ടാക്കാവുന്ന നിരവധി ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ വൈവിധ്യമാർന്ന സ്വാദും സൗരഭ്യവും ഇതിനെ മധുരവും രുചികരവുമായ വിഭവങ്ങളിൽ ഒരു ജനപ്രിയ ഘടകമാക്കി മാറ്റുന്നു. ഇത് വൈവിധ്യമാർന്ന പാചകങ്ങൾക്ക് ഒരു ഉഷ്ണമേഖല ട്വിസ്റ്റ് തന്നെയാണ്. പാഷൻ ഫ്രൂട്ട് രുചികരമായ ഒരു ഭക്ഷണം മാത്രമല്ല, പോഷക സമൃദ്ധമായതിനാൽ ഇതിൽ നിന്ന് ധാരാളം ആരോഗ്യ ഔഷധ ഗുണങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. പാഷൻ ഫ്രൂട്ടിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, ബീറ്റ കരോട്ടിൻ, ഫ്ലവനോയിഡുകൾ തുടങ്ങിയ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഇവ ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കി ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുന്നു. അങ്ങനെ ഹൃദ്രോഗം, ക്യാൻസർ തുടങ്ങിയ വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഉയർന്ന വൈറ്റമിൻ സി അണുബാധകളെയും രോഗാണുക്കളെയും ചെറുക്കുന്നതിന് ആവശ്യമായ വെളുത്ത രക്താണുക്കളുടെ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിച്ച് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ദഹന വ്യവസ്ഥയെ സഹായിക്കുന്നു. നാരുകൾ മലബന്ധത്തെ തടയുന്നതിലൂടെയാണ് ദഹന വ്യവസ്ഥ ആരോഗ്യകരമായി നമുക്ക് ലഭിക്കുന്നത്. അതുകൂടാതെ പെപ്സിൻ, ബ്രോമലൈൻ തുടങ്ങിയ ദഹന എൻസൈമുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് പ്രോട്ടീനുകളെ നിർവീര്യമാക്കി പോഷകങ്ങളുടെ ആഗിരണത്തെ മെച്ചപ്പെടുത്തുന്നു. ഇത് കഴിക്കുന്നത് കൊളസ്ട്രോളിന്റെ അളവ് കുറച്ച് രക്തസമ്മർദ്ദം നിയന്ത്രിച്ച് ധമനികളിൽ പ്ലാക്ക് അടിഞ്ഞുകൂടുന്നത് തടഞ്ഞ് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യമാണ് രക്തസമ്മർദ്ദം നിയന്ത്രിച്ച് ഹൃദയധമനികളുടെ പ്രവർത്തനം സുഗമമാക്കുന്നത്. ഇതിൽ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ള സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തിലെ വീക്കം കുറച്ച് സന്ധിവാതം, ആസ്മ തുടങ്ങിയ കോശജ്വലന അവസ്ഥകളെ ലഘൂകരിക്കും. ഇതിൽ കലോറി കുറവും നാരുകളാൽ സമ്പുഷ്ടവുമായതിനാൽ ശരീരഭാരം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തൃപ്തികരവും പോഷകപ്രദവുമായ ലഘുഭക്ഷണമാണിത്. നാരുകൾ നമ്മുടെ വിശപ്പിനെ നിയന്ത്രിക്കുകയും കലോറി ഉപഭോഗം കുറയ്ക്കുകയും ചെയ്യുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സിയും ആന്റി ഓക്സിഡന്റുകളും അൾട്രാവയലറ്റ് വികിരണങ്ങളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുകയും വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങൾ കുറച്ച് കൊളാജൻ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആരോഗ്യമുള്ള ചർമ്മം നമുക്ക് ലഭിക്കുന്നു. ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്യാനും നല്ലതാക്കാനും പാഷൻ ഫ്രൂട്ട് ഓയിൽ പല പ്രാദേശിക സംസ്കാരങ്ങളിലും ഉപയോഗിക്കുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡുകൾക്കും ഫ്ലവനോയിഡുകൾക്കും മയക്കാനുള്ള കഴിവുണ്ട്. ഇത് ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തി ഉറക്കമില്ലായ്മയെ ചികിത്സിക്കാൻ സഹായിക്കും. ഈ പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ബീറ്റ കരോട്ടിൻ കണ്ണിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. ഇത് പ്രായവുമായി ബന്ധപ്പെട്ട മാക്കുലാർ ഡീജനറേഷനിൽ നിന്നും തിമിരത്തിൽ നിന്നും സംരക്ഷിക്കുന്നു. ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പാഷൻ ഫ്രൂട്ടിന് നേരിയ മയക്കുമരുന്ന് ഫലം ഉണ്ടെന്നാണ്. ഇത് ഉത്കണ്ഠ കുറച്ച് വിശ്രമത്തെ പ്രോത്സാഹിപ്പിക്കാൻ സഹായിക്കുന്നു. പാഷൻ ഫ്രൂട്ടിൽ പാസ്റ്റനോൾ എന്ന തന്മാത്ര ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇതിന് ആന്റി കാർസിനോജനിക് ഗുണമാണ്. ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ പാഷൻ ഫ്രൂട്ടിന്റെ സത്തിലടങ്ങിയ പാസ്റ്റനോൾ സ്വാധീനം ചെലുത്തുമെന്ന് 2019 ഒരു പഠനം കണ്ടെത്തി. അതുകൊണ്ട് തന്നെ പാഷൻ ഫ്രൂട്ട് കഴിക്കുന്നത് ക്യാൻസറിനെ പ്രതിരോധിക്കാം. എന്നിരുന്നാലും ഈ അവകാശങ്ങളെ സ്ഥിരീകരിക്കാൻ കൂടുതൽ ക്ലിനിക്കൽ പഠനങ്ങൾ ആവശ്യമാണ്. ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനുള്ള ഒരു നാടോടി ഔഷധമാണ് പാഷൻ ഫ്രൂട്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ കൃഷ്ണബീജ എന്നാണ് അറിയപ്പെടുന്നത്. 2007 ശർമ്മ തുടങ്ങിയവർ ഉയർന്ന രക്തസമ്മർദ്ദത്തിൽ പർപ്പിൾ പാഷൻ ഫ്രൂട്ടിന്റെ ഫലങ്ങൾ വിലയിരുത്താൻ ഒരു പഠനം നടത്തുകയും ഈ പഠനത്തിൽ പാഷൻ ഫ്രൂട്ടിന്റെ തൊലിയുടെ സത്ത് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതായി കണ്ടെത്തുകയും ചെയ്തു. എന്നിരുന്നാലും ഈ പഠനങ്ങളും സ്ഥിരീകരിക്കാൻ കൂടുതൽ ക്ലിനിക്കൽ ഗവേഷണങ്ങൾ ആവശ്യമാണ്. വിവിധ ഫംഗസ് മൂലമുണ്ടാകുന്ന റിംഗ് വോം,
കാൻഡിഡിയാസിസ് മുതലായ രോഗങ്ങൾ പാഷൻ ഫ്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന പാസിഫ്ലിൻ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്നതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആന്റി ഫംഗൽ ഗുണങ്ങളുള്ള ഈ ഡൈമറിക് പ്രോട്ടീൻ പല ഫിലമെന്റ്സ് ഫംഗസുകൾക്കെതിരെയും ആന്റി ഫംഗൽ പ്രവർത്തനം കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ പാഷൻ ഫ്രൂട്ട് കഴിക്കുന്നത് ഫംഗൽ അണുബാധയെ നിയന്ത്രിക്കാൻ സഹായിക്കും. ഇതൊക്കെയാണെങ്കിലും ഓരോ ചെടിയുടെയും പാർശ്വഫലങ്ങളും വിശകലനം ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ചില ചെടികളുടെ ഉപയോഗം ഗുരുതര രോഗാവസ്ഥകളിലേക്കും മരണത്തിലേക്കും വരെ നയിക്കാറുണ്ട്. അതുകൊണ്ടാണ് ചെറിയതായാലും വലിയ അളവിലായാലും പാർശ്വഫലങ്ങൾ വിശകലനം ചെയ്യുന്നത്. പാഷൻ ഫ്രൂട്ട് അമിതമായി കഴിക്കുന്നത് ഇതിലടങ്ങിയിരിക്കുന്ന ഉയർന്ന നാരുകൾ കാരണം ഹ്രസ്വകാലത്തേക്കെങ്കിലും ദഹനനാളത്തിന്റെ അസ്വസ്ഥതയ്ക്ക് കാരണമാകാം. സെൻസിറ്റീവ് വ്യക്തികളിൽ അലർജി പ്രവർത്തനത്തിന് കാരണമായേക്കാം. അതായത് ലാറ്റക്സ് അലർജിയുള്ള ആളുകൾക്ക് പാഷൻ ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ അലർജി ഉണ്ടാകാം. കാരണം ലാറ്റക്സിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനുകൾ ഈ പഴത്തിലുമുണ്ട്. പർപ്പിൾ സയനോജെനിക് ഗ്ലൈക്കോസൈഡ് എന്ന ഒരു പദാർത്ഥം ഇതിലടങ്ങിയിട്ടുണ്ട്. മരച്ചീനി, ആപ്പിൾ വിത്തുകൾ, ആപ്രിക്കോട്ട്, ബദാം തുടങ്ങി പല സസ്യഭക്ഷണങ്ങളിലും കാണപ്പെടുന്ന ഒരു സാധാരണ പ്രകൃതിദത്ത വിഷവസ്തുവാണിത്. ഈ രാസവസ്തു വളരെ ഉയർന്ന അളവിൽ കഴിച്ചാൽ സയനൈഡ് വിഷബാധ ഉണ്ടാകാം. മൂപ്പെത്താത്തതും പഴുക്കാത്തതുമായ പാഷൻ ഫ്രൂട്ടിൽ ഇത് കൂടുതലാണ്. എന്നാൽ പഴുത്തു കഴിഞ്ഞാൽ ഇത് നിർജീവമാകുകയും പാഷൻ ഫ്രൂട്ട് പഴം കഴിക്കുന്നത് സുരക്ഷിതവുമാണ്. ഇവിടെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ ഐവി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നോ ഈ വീഡിയോയിൽ പറയുന്ന വാട്സപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടികളെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നു ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.